യുവാവോക്സ് എക്സ്പ്ലോറ ഇൻ്റർവ്യൂ സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായി നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് യുവക്ഷേത്ര കോളേജിലെ 3ാം വർഷ ബികോം ഫിനാൻസ് വിദ്യാർത്ഥിയായ രാജേഷാണ്. ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലും സ്പിരിറ്റോ പബ്ലിക്കോ എന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ക്ലബിൻ്റെ നേതാവ് എന്ന നിലയിലും NSS വോളണ്ടിയർ എന്ന നിലയിലും വളരെ നല്ല സേവനം കാഴ്ചവെച്ച് കോളേജിൻ്റെ മുഴുവൻ പ്രശംസ പിടിച്ചുപറ്റിയ വ്യക്തിയാണ് ശ്രീ രാജേഷ്. പ്രിയപ്പെട്ട രാജേഷിനെ ഈ ഇൻ്റർവ്യൂ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട രാജേഷ്, അനുവാചകർക്ക് വേണ്ടി ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് രാജേഷ്. ഞാൻ ബികോം ഫിനാൻസിന് പഠിക്കുന്നു, 3rd ഇയർ ആണ്. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ, അമ്മമ്മ, പിന്നെ വല്യമ്മ, 2 ഏട്ടന്മാരാണുള്ളത്. പിന്നെ എൻ്റെ അമ്മ വീട്ടിൽ ഫാമിംഗ് ആണ് നടത്തുന്നത്. പിന്നെ വല്യമ്മയാണെച്ചാലും ഹെൽപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. പിന്നെ അമ്മമ്മ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കിടപ്പിലാണ്. പിന്നെ 2 ഏട്ടന്മാരുള്ളത്. ഒരാൾ ഊട്ടി കളക്ടറേറ്റിൽ സീനിയർ റവന്യൂ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടും വർക്ക് ചെയ്യുന്നു. രാജേഷ് ഇന്ന് കോളേജിൽ പ്രസിദ്ധനായിരിക്കുന്നത് ഏറ്റവും നല്ല ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലാണ്. അതിന് പിൻബലമായിട്ടുള്ളത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തകൻ എന്ന അവാർഡ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ യുവക്ഷേത്ര കോളേജിൽ ബികോം CA നടത്തിയ ബെസ്റ്റ് സോഷ്യൽ വർക്കർ അവാർഡ് നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നതിന് ശക്തമായ പിൻബലവുമുണ്ട്. ഈ സാമൂഹിക പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനം ലഭിച്ചത് എവിടെ നിന്നാണ്? എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ മുത്തശ്ശനും പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഏട്ടനാണ് മെയിനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് തന്നെ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇതുവരെ എൻ്റെ മുത്തശ്ശനെ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മമ്മ, എൻ്റെ അമ്മ, വല്യമ്മ ഒക്കെ എൻ്റെ മുത്തശ്ശനെ കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട്. വലിയൊരു സാമൂഹ്യ സേവന പ്രവർത്തകനാണ്. പിന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു ഇൻസ്പിറേഷനാണ്. പിന്നെ എൻ്റെ ഏട്ടനാണ്. ഏട്ടൻ പറഞ്ഞാൽ ചെറുപ്പം മുതൽ ജനിച്ചപ്പോൾ തൊട്ട് തന്നെ ഒരു ബ്രെയിൻ ട്യൂമറുള്ള ഒരാളാണ്. അപ്പോൾ ആ ഏട്ടൻ്റെ ഒപ്പമാണ് ഞാൻ വളർന്നതൊക്കെ. അപ്പോൾ ആ ഏട്ടൻ ഒരു BRCക്കാരുടെ ഒപ്പമായിരുന്നു കുറേ കാലമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ ഞാനും ഉണ്ടായിരുന്നു. അവരുടെ ഒപ്പം തന്നെ കഴിഞ്ഞ് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നൊക്കെ സ്വയം മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഏട്ടൻ്റെ ആ ഒരു സാഹചര്യം അതെനിക്ക് ഈ ഒരു സാമൂഹ്യ സേവന പ്രവർത്തനത്തിലോട്ട് എന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏട്ടൻ എൻ്റെ കൂടെ ഇല്ല. ഇപ്പോൾ ഒരു 6 വർഷം മുന്നേ എന്നെ വിട്ട് പിരിഞ്ഞു. ഇപ്പോൾ പക്ഷെ എന്നാലും ആ ഏട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഇപ്പോഴും ഒരു സാമൂഹ്യ സേവന പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് തന്നെ. ഈ സോഷ്യൽ വർക്കിലൊക്കെ അവാർഡ് കിട്ടിയത് ഭാവി പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ പ്രചോദനമായിട്ടുണ്ട്? വളരെയധികം പ്രചോദനം നൽകിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ എത്ര കടന്ന് പഠിച്ചാലും അതിന് ഉപരി നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു അനുകമ്പ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ചിലപ്പോഴെങ്കിലും ചില കുട്ടികൾ പറയുന്നതാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ സാമൂഹിക പ്രതിബദ്ധത വിഷയങ്ങളിൽ അവർക്ക് എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ രാജേഷിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം ഇതുവരെ കേട്ടിട്ടില്ല. കാരണം പഠനത്തിൽ നല്ല നിലവാരം പുലർത്തുന്നു, സാമൂഹ്യ പ്രവർത്തനത്തിൽ വേണ്ടത്ര പ്രാതിനിധ്യം നൽകാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെ ഈ 2 കാര്യം കൂടെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്? പഠനം എന്നത് എനിക്ക് അത്രയും പഠിക്കാൻ പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അത് എനിക്ക് ഈ ഒരു സാമൂഹ്യ സേവനം എന്ന എനിക്ക് മറ്റുള്ളവരോട് എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അതെൻ്റെ പഠനമായിട്ട് എനിക്ക് ബന്ധപ്പെടുത്തി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പഠനത്തിനോടൊപ്പം ഈ ഒരു സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു ഹെൽപ്പ് അതൊരു ബേർഡനായിട്ട് കാണേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലബ്ബാണല്ലോ സ്പിരിറ്റോ പബ്ലിക്കോ. ആ ക്ലബിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ഉള്ള ജനങ്ങൾക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു രോഗി കിടക്കുന്നുണ്ട്. ആ രോഗിയുടെ ഒപ്പം ഒരാൾ ബൈസ്റ്റാൻഡർ ആയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ അടക്കം നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഒരു കിടപ്പ് രോഗിയാണ്. ആ കിടപ്പ് രോഗിനെ വിട്ടിട്ട് പോകാനൊക്കെ പറ്റത്തില്ല. ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അവർക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കുക, അങ്ങനത്തെ പല പല പ്രവർത്തനങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ മെൻ്റലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പഠനത്തിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവർക്ക് പഠനത്തോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കി അതിനനുസരിച്ച് ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് പോകണം. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പല സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ ഷന്താൽ ഭവൻ നിങ്ങൾ കൂടെ സന്ദർശിച്ചിരുന്നു. അതുപോലെ തന്നെ ഉച്ചഭക്ഷണ പദ്ധതികൾ,
റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ പാലക്കാട് കോട്ടമൈതാനം പ്രദേശത്തുമൊക്കെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭക്ഷണം സപ്ലൈ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചെയ്തിരിക്കുന്നതാണ്. അതുവഴി നിങ്ങളുടെ ക്ലാസ്സിലെയും ഡിപ്പാർട്ട്മെൻറ്റിലെയും കുട്ടികൾക്ക് നിങ്ങൾക്ക് എങ്ങനെ ഒരു മോട്ടിവേഷൻ നൽകാൻ സാധിച്ചു? മോട്ടിവേഷൻ അത് എന്തായാലും പറ്റും. കാരണം ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക പറഞ്ഞാൽ അത്രയും വലിയൊരു പുണ്യമാണ്. അപ്പോൾ അത് നമുക്ക് അതുവഴി എന്ത് കിട്ടുന്നു അത് നമ്മൾ നോക്കുന്നില്ല. ബട്ട് അതുവഴി നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ അത് മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മളൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർ തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് എത്രത്തോളം മനസ്സ് കൊള്ളുന്നുണ്ടോ നമുക്ക് മാത്രമേ അറിയൂ. അതങ്ങനെ മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർക്കും ഒരു ഇൻസ്പിറേഷനായിട്ട് തോന്നുക. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും മോട്ടിവേറ്റ് ആയിട്ട് ഇങ്ങനെ ഞങ്ങളോടൊപ്പം ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ നാഷണൽ സർവീസ് സ്കീം ചെയ്ത ഏറ്റവും മഹത്തരമായ പ്രവൃത്തികളിൽ ഒന്ന് നമ്മുടെ മുണ്ടൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ നിങ്ങൾ ആരോഗ്യ സർവേ നടത്തി. എനിക്കൊന്ന് കേരളത്തിൽ ഒരു സ്ഥലത്തും ഈ വിധത്തിലൊരു ആരോഗ്യ സർവേ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി, അതിൻ്റെ പേരിൽ പല നടപടികളും അവർ വാർഡിലും പഞ്ചായത്തിലും സ്വീകരിക്കാൻ പോകുന്നു എന്ന് അവർ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരുപക്ഷെ നാഷണൽ സർവീസ് സ്കീമിൽ ഇല്ലെങ്കിലും ശരി പുതിയതായ എന്തെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധത വിഷയങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടോ? ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇനിയും ഫൈനലൈസ് ചെയ്തില്ല. കുറേ ആശയങ്ങൾ ഓരോ NSS വോളണ്ടിയേഴ്സും അതേപോലെ തന്നെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഓരോ ഓർഗനൈസേഷൻസ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും ഇതിലൊരു ഫൈനലൈസ് വന്നിട്ടില്ല. കുറേ ആശയങ്ങളുണ്ട്, പക്ഷെ അത് ഫൈനലൈസ് ചെയ്തതിനു ശേഷം പുറത്ത് നോക്കാം എന്ന് നോക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ സാമൂഹ്യ പ്രവർത്തനത്തോടൊപ്പം പഠിത്തം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പഠിത്തത്തിന് എന്തെങ്കിലും സെറ്റ് ബാക്ക് എവിടെയെങ്കിലും ഉണ്ടായതായി തോന്നുന്നുണ്ടോ? അതോ പഠിത്തത്തിൽ ആ ഒരു നിലവാരം എപ്പോഴും പുലർത്തിക്കൊണ്ട് വിജയം വരിക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ടോ? എനിക്ക് എൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു സാമൂഹ്യ സേവന പ്രവർത്തനം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതുവരെ പഠനത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പോൾ എൻ്റെ സെമിസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് വന്നു 5th സെമ്മ്. എനിക്ക് കഴിഞ്ഞ സെമ്മിനേക്കാൾ 12% കൂടുതലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ആ സമയത്തും ഒരു സാമൂഹ്യ സേവന പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ NSS വളണ്ടിയർ ആയിട്ട് തന്നെ. സോ അതുകൊണ്ട് എനിക്ക് പഠനത്തിലോ ഒന്നിലും തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. ഇത് പ്രത്യേകം സന്തോഷത്തോടെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ചിലപ്പോഴെങ്കിലും ചില മാതാപിതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അതുവഴി പഠനത്തിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും, പഠനത്തിൽ പിന്നോട്ടാകും, അവരുടെ ഭാവിക്കൊരു തടസ്സമാകും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകം ചോദിച്ചത്. നമ്മുടെ ഡിഗ്രി ഇപ്പോൾ ഫൈനൽ ഇയറാണ്. ഇത് കഴിഞ്ഞാൽ ഭാവി പഠനത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്തെല്ലാമാണ്? ഞാൻ ഇത് കഴിഞ്ഞിട്ട് MBA ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ചെയ്യാച്ചിട്ടാണ്. പിന്നെ പുറത്ത് അബ്രോഡ് പോയി പഠിക്കാമെന്നാണൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ അവിടെ പോയാലും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ എവിടെ പോയാലും എങ്ങനെയാണെങ്കിലും ശരി, ഞാൻ ഒരു NSS വളണ്ടിയറാണ്. എന്നെ കൊണ്ട് പറ്റുന്നത് എവിടെ പോയാലും ഞാൻ അങ്ങ് ചെയ്യും. അത് എൻ്റെ ഭാവി ഇനി എവിടെയാണെങ്കിലും ശരി, അതിനി MBA ചെയ്യാൻ പോവാണോ ഇനി അതിൻ്റെ മേലെ പഠിക്കാൻ പോവാണോ ഒന്നും ഐ കാൻ ബോദർ. നമ്മുടെ കോളേജിൽ യുവക്ഷേത്ര കോളേജ് ഏതൊക്കെ വിധത്തിലാണ് രാജേഷിൻ്റെ ഈ സാമൂഹിക പ്രതിബദ്ധതയിലും അതുപോലെ തന്നെ പഠനത്തിലും ഭാവി സ്വപ്നങ്ങളിലും ലക്ഷ്യങ്ങളിലുമൊക്കെ സഹായിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 10th കഴിഞ്ഞതും NSS 10th കഴിഞ്ഞ് NSSൽ ചേർന്നു. പിന്നെ NSS ചേർന്നപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതും കൂടിയും ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് ആ ഒരു ടീം വർക്കിലൂടെ സാധിക്കും. അപ്പോൾ NSS അങ്ങനെ +1 +2 കഴിഞ്ഞു. ഇപ്പോൾ ഡിഗ്രിക്ക് ചേരാൻ വന്നപ്പോൾ യുവക്ഷേത്ര കോളേജിൽ ആദ്യം എനിക്ക് NSS ഉണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ടീം വർക്കായിട്ട് ഇനിയും ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇങ്ങനൊരു സോഷ്യൽ മൈൻഡ് എനിക്കുള്ളതുകൊണ്ട് അതിനുള്ളൊരു സ്കോപ്പ് ഈ യുവക്ഷേത്ര കോളേജിലുണ്ടോ അങ്ങനെ കുറേ ഡൗട്ടും അതേപോലെ തന്നെ കുറേ ഇതൊക്കെ ആയിട്ട് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് നേരെ തകിടം മറിയുകയും ചെയ്ത് ഇവിടെ ഒരു NSS യൂണിറ്റ് ഉണ്ട് ആദ്യം ഞാൻ അറിഞ്ഞു. കാരണം ഇവിടെ കുറേ NSS വളണ്ടിയേഴ്സ് അവരുടെ ബാഡ്ജ് ഇട്ടിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമാധാനം കണ്ടു. കാരണം ഇവിടെ ഒരു NSS യൂണിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഇവിടെ ചേരുമ്പോൾ NSS യൂണിറ്റ് ഉള്ളത്. പിന്നെ എങ്ങനെയും ആ NSS യൂണിറ്റിൽ എനിക്ക് കയറണം എന്നുണ്ട്. അപ്പോൾ അതിനുള്ള വഴികൾ നോക്കി. പിന്നെ ഇവിടെ പല കോമ്പറ്റീഷൻസും പിന്നെ പല പ്രൊസീജിയേഴ്സും വഴി ഞാൻ എങ്ങനെ NSS ചേർന്നു. പിന്നെ എനിക്ക് NSS ചേർന്നതുകൊണ്ട് കുറേ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചു. എനിക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനത്തെ ഒരു ഐറ്റംസ് ഉണ്ടാകുന്നില്ല. പക്ഷേ എനിക്ക് NSS ചേർന്നുകൊണ്ട് എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഒരു സ്റ്റേജ് ഫിയർ എന്ന ഒരു സംഭവം തന്നെ കൊടുക്കുന്നു. പിന്നെ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, മറ്റുള്ളവരോട് എങ്ങനെ ഇടപഴകണം, എങ്ങനെ അവരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കി അതെങ്ങനെ ദൂരീകരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ഒരു കോളേജിലെ NSSലൂടെ ചേർന്നിട്ട് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞങ്ങളുടെ
സാമൂഹ്യ സേവന പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരു ഹെൽപ്പായിട്ട് നിന്നത് കോളേജ് മാനേജ്മെൻറ്റാണ്. കോളേജ് മാനേജ്മെൻറ്റാണ് ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പൽ റവർ ഡോക്ടർ ജോസഫ് ലിക്കൽകുന്ന്, ഞങ്ങളുടെ ലാലുച്ചൻ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ ഞങ്ങളുടെ കോളേജ് NSS യൂണിറ്റിൻ്റെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് പറഞ്ഞാൽ അതിൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും ഉണ്ടോ അത് മുഴുവൻ പറ്റുന്നതെല്ലാം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും നല്ലൊരു മാനേജ്മെൻറ്റ് സപ്പോർട്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ NSS യൂണിറ്റ് കോർഡിനേറ്റേഴ്സ് മിസ്റ്റർ ചന്ദ്രശേഖർ M സർ, പിന്നെ അഞ്ജന മാം, അതേപോലെ തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടീച്ചേഴ്സ് HOD മെറ്റിൽഡ ഡാനി മാം, പിന്നെ ഞങ്ങളുടെ ക്ലാസ് മെൻറ്റർ അഞ്ജന മാം, എല്ലാവർക്കും ഈ നേരത്ത് ഞാൻ നന്ദി പറയുക. കാരണം ഈ ഒരു സാമൂഹ്യ സേവന പ്രവർത്തനത്തിലൂടെ ഞാൻ പോവുകയാണെങ്കിലും എൻ്റെ പഠനത്തെ അത്ര ബാധിക്കാതെ അവർ എനിക്കൊരു പ്രത്യേക കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക കൺസെഷൻ തന്നിട്ട് ഒപ്പം എന്നെ പഠനം കൂടി എൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ വളരെയധികം കോളേജ് മാനേജ്മെൻ്റ് ആയാലും ടീച്ചേഴ്സ് ആയാലും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കത് നാഷണൽ സർവീസ് സ്കീമിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച വലിയൊരു ഘടകമാണ് നാഷണൽ സർവീസ് സ്കീം. കാരണം വിക്ടോറിയ കോളേജിൽ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഞാനും നാഷണൽ സർവീസ് സ്കീമിൽ അംഗമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് 10 ദിവസത്തെ ക്യാമ്പാണ് 3 വർഷം തുടർച്ചയായിട്ടുണ്ടായിരുന്നു. ആനക്കല്ല് അകമലവാരം അപ്രോച്ച് റോഡിൻ്റെ ആദ്യ സർവേ നടത്തിയതും സ്ഥലമെടുത്ത് പഞ്ചായത്തിനെ ഏൽപ്പിച്ചതുമൊക്കെ ഞങ്ങളാണ് എന്നതിൽ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ഒരുപക്ഷെ എൻ്റെ വൈദിക ജീവിതത്തിലും ഈ ദൈവങ്ങളെ തിരഞ്ഞെടുക്കാനും എന്നെ സ്വാധീനിച്ച ഘടകങ്ങളിലൊന്ന് നാഷണൽ സർവീസ് സ്കീമിലുള്ള പ്രവർത്തനങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും രാജേഷിനെ സംബന്ധിച്ച് വളരെ നന്നായിട്ട് കോളേജിലെ പഠനം പൂർത്തിയാക്കി അടുത്ത വർഷം പുറത്തു പോകുമ്പോൾ ഭാവിയെ പഠനത്തെക്കുറിച്ച് നല്ല ലക്ഷ്യങ്ങളുണ്ട്, അതെല്ലാം പൂർത്തിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വരും തലമുറയോട് പ്രത്യേകിച്ച് യുവക്ഷേത്ര കോളേജിലെ ജൂനിയേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഞാൻ ഈ ഒരു സോഷ്യൽ സർവീസ് എന്ന ഒരു ഇതിലോട്ട് ഇറങ്ങി തന്നെ ഞാൻ 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സിൽ എൻ്റെ വീടിൻ്റെ അടുത്ത ഒരു ക്ലബ്ബ്, അപ്പോൾ ആ ക്ലബ്ബുകാർ എന്തെങ്കിലും ഒരു സാമൂഹ്യ സേവന പ്രവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ ഡിസ്കസ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഡിസൈഡ് ചെയ്തു നമ്മുടെ ശ്രീകൃഷ്ണനും ക്ലസ്റ്ററിൽ തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഭിക്ഷ തേടുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്തുകൊണ്ട് കൊണ്ടുപോയി കൊടുത്തുകൂടാ എന്നൊരു ആലോചന വന്നു. അപ്പോൾ അവരോടൊപ്പം തന്നെ ഞാൻ വീട്ടിൽ തന്നെ ഫുഡെല്ലാം ഉണ്ടാക്കി അവരോടൊപ്പം ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ പോയി. അങ്ങനെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഫുഡ് കൊണ്ടുപോയി കൊടുക്കുക, അങ്ങനെ മാത്രമല്ല അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ കേൾക്കുക, ആ ഒരു ഇതും കൂടി ഞങ്ങളുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഒരു മെൻറ്റാലിറ്റി എന്താ വെച്ചാൽ ഞങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ടുള്ള ഒരു ആൾക്കാരുണ്ടല്ലോ എന്നൊരു ഇതുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു സന്തോഷം, ഇങ്ങനെ ഒരു നേരത്തെ ഫുഡിങ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഫുഡ് കൊടുക്കുന്നതിനിടയ്ക്ക് ഒരാൾക്ക് ഞാൻ ഫുഡ് കൊടുത്തു. ആ ആൾ ഫുഡ് വാങ്ങിയതും ഒരു മുത്തശ്ശനാണ്. ഫുഡ് വാങ്ങിയതും ആദ്യം കരയുക ചെയ്തത്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് കരയുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. എന്തിനു കരയണം മുത്തശ്ശൻ ചോദിച്ചു. പിന്നെ മുത്തശ്ശൻ തൻ്റെ ലൈഫിൽ നടന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. വളരെ എനിക്ക് എന്താ അറിയില്ല, അങ്ങനെ ആ സമയത്ത് കരഞ്ഞു പോയി. ഞാനും കൂടി കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം ആ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച് അങ്ങനെ പോയി ഏറ്റവും ലാസ്റ്റ് ആ മക്കൾ തന്നെ ഒരു എഴുതി തള്ളിയ ഒരവസ്ഥ, പിന്നെ ആ തെരുവിൽ എത്തിയ ഒരു അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവരിതൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരാളെങ്കിലും ഞാനെങ്കിലും ഉണ്ടായല്ലോ എന്ന് അവർ പറയണം. അങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോന്ന് പറയാനുണ്ട്. അതൊക്കെ കേൾക്കാനായിട്ട് ഓരോരുത്തരുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ NSSലോട്ട് ഇറങ്ങിയത്. NSS ഇല്ല, ഞാൻ അപ്പോൾ ഇങ്ങനെ സാമൂഹ്യ സേവനത്തിലോട്ട് ഇറങ്ങിയത്. ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സമൂഹത്തിലോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഇപ്പം ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കുക. ഇങ്ങോട്ട് ആരും വന്ന് പറയൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുക എന്താണ് വേണ്ടത്. അത് സ്വയം തന്നെ ഞാൻ മനസ്സിലാക്കി എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കി ഞാൻ ചെയ്ത് അങ്ങനെ 10th വരെ പോയി. 10th എൻ്റെ സാമൂഹ്യ സേവന പ്രവർത്തനത്തിൻ്റെ എല്ലാം മെൻറ്റാലിറ്റി കണ്ടിട്ടാണ് എനിക്ക് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് സോഷ്യൽ വർക്ക് അവാർഡ് 10th കിട്ടിയത്. പിന്നെ 10th കഴിഞ്ഞതും +1 +2 NSS ചേർന്നു. NSSലായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് അവിടെയും അതേ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് സോഷ്യൽ വർക്ക് അവാർഡ് കിട്ടി. പിന്നെ ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രിക്ക് ചേർന്നപ്പോഴും എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്ത് ഇവിടെ അതേപോലെ തന്നെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് സോഷ്യൽ അവാർഡ് കിട്ടി. അത്രയും സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് ഈ സോഷ്യൽ വർക്ക്സ് അവാർഡ് കിട്ടി, വളരെ സന്തോഷമുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാണ്. അതിനൊരു കോംപ്ലിമെൻ്റ് എന്ന രീതിയിലാണ് എനിക്ക് ആ ഒരു ആദ്യമൊക്കെ ഈ ഒരു അവാർഡുകളെല്ലാം തോന്നിയത്. പിന്നെ തോന്നി ഇങ്ങനെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഓരോ പ്രചോദനം അനുമോദനമൊക്കെ നൽകുന്നുണ്ടല്ലോ എന്നൊരു മെൻറ്റാലിറ്റി വന്നു. ആ ഒരു കാര്യത്തിലേക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് യുവതലമുറയോട് പറയാനുള്ളത്,
ഞാൻ പറഞ്ഞല്ലോ 8ാം ക്ലാസ് തൊട്ടിട്ട് ഈ സാമൂഹ്യ സേവന പ്രവർത്തനമായിട്ട് ഇറങ്ങിയെന്ന്. ഞാൻ ഈ NSS പറയണത് NSS യൂണിറ്റ് ഉണ്ടാവുന്നോ ഒന്നും കരുതിയിട്ടല്ല, മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെച്ചാലും ഇറങ്ങാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഞാൻ NSS വഴിയല്ല ഈ ഒരു സാമൂഹ്യ സേവന പ്രവർത്തനത്തിൽ ഇറങ്ങിയത്. എൻ്റെ ചെറുപ്പം തൊട്ടിട്ട് ഞാൻ ഇറങ്ങിയതാണ്. എൻ്റെ ഇൻസ്പിറേഷൻ തന്നെ എൻ്റെ മുത്തശ്ശനും എൻ്റെ ഏട്ടനൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് ഈ ഒരു NSSലൂടെ എനിക്ക് പഠിക്കാനും അതേപോലെ തന്നെ സാമൂഹ്യ സേവനത്തിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം എനിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു രാജേഷിനെ സംബന്ധിച്ച് വലിയ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന ഒരു ഖ്യാതി ഓൾറെഡി നേടിയിട്ടുണ്ട്. സ്കൂൾ തലത്തിൽ അവാർഡ്, കോളേജ് തലത്തിൽ അവാർഡ്, ഇനിയും ഭാവിയിൽ ധാരാളം അവാർഡുകളും അവസരങ്ങളും കാത്തിരിക്കുന്നു എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഏതായാലും ഞങ്ങൾക്ക് നൽകിയ ഈ അഭിമുഖത്തിൽ വളരെയധികം സന്തോഷം. ഈ അഭിമുഖം ധാരാളം വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് പഠനവും സാമൂഹിക പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വളരെ വലിയ സഹായം ആകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള പദ്ധതി പറഞ്ഞതുപോലെ MBA ലോജിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നല്ല ജോലി ഉണ്ടാകട്ടെ, ഭാവി ജീവിതം ഏറ്റവും മനോഹരമാകട്ടെ. അവിടെയൊക്കെ സാമൂഹിക പ്രവർത്തനം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നുള്ളതുപോലെ തുടരുന്നതിന് സാധിക്കട്ടെ. ദൈവാനുഗ്രഹം ധാരാളം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവ വോക്സ് എക്സ്പ്ലോറ ടീമിന് വേണ്ടി പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.